കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകളിൽ ദിവസവും നിരവധി അപകടങ്ങളാണ് ഉണ്ടാകുന്നത്. എത്ര പേർ മരിച്ചാലും പരുക്കേറ്റാലും ചില റോഡുകൾ അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെയൊന്നാണ് ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിൽ ചൂണ്ടിയിലുള്ള കുഴി. ഒരു വർഷം മുമ്പ് ബൈക്ക് മറിഞ്ഞ് കൈയൊടിയാൻ കാരണമായ കുഴി നന്നാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദമ്പതികൾ. ഈ റിപ്പോർട്ടോടെ ന്യൂസ് ലഞ്ച് അവസാനിക്കുന്നു. നമസ്കാരം. ആലുവ പെരുമ്പാവൂർ സ്വകാര്യ ബസ് റൂട്ടിൽ ജീവൻ പണയം വെച്ച് വേണം കൊച്ചിൻ ബാഗ് മുതൽ ചൂണ്ടി 4 മൈൽ വരെ യാത്ര ചെയ്യാൻ. ഈ ഭാഗത്തെ കുഴികളിൽ വാഹനം വീണ് അപകടമുണ്ടാകുന്നത് പതിവാണ്. ഒരു വർഷം മുൻപാണ് സുനിത നൌഷാദും ഭർത്താവ് സഞ്ചരിച്ച ബൈക്ക് കുഴിയിൽ വീണ് സുനിതയുടെ കൈയൊടിഞ്ഞത്. ഒരു വർഷത്തിന് ശേഷവും കുഴി അടയ്ക്കാൻ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സുനിത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഒരുപാട് പേര് ഈ കുഴിയിൽ വീഴുകയും കൊച്ചു മക്കളടക്കം വീണിട്ട് രാജഗിരി ഹോസ്പിറ്റൽ വരെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനൊന്നും ഇനി എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഈ അധികാരികൾ ഞങ്ങൾ മരിക്കണോ? ഒരു വ്യക്തി ഇതിനകത്ത് വീണ് മരിച്ചാലാണോ ഈ കുഴികളെല്ലാം നികത്തുള്ളൂ? ഒരു വർഷം അവരന്ന് പറഞ്ഞപ്പോൾ മഴ ആയതുകൊണ്ടാണ്, മഴ മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഈ റോഡ് ശരിയാക്കാന്ന് പറഞ്ഞു. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വെയിൽ വന്നിട്ടില്ലേ? മഴയായിരുന്നോ? മഴ മൂലം അറ്റകുറ്റപ്പണി നടത്താൻ കഴിയുന്നില്ല എന്നാണ് അധികൃതരുടെ ന്യായീകരണം. വേനൽക്കാലത്തും ഈ ഭാഗത്തേക്ക് അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാരും കുറ്റപ്പെടുത്തുന്നു. ഈ റോഡ് വഴി പോക്കേണ്ട പല സ്വകാര്യ ബസ്സുകളും കുഴി കാരണം റൂട്ട് മാറിയാണ് ഓടുന്നത്. ഇത് വിദ്യാർത്ഥികളടക്കമുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുന്നു. റോഡ് മോശമവസ്ഥയിലായതിനാലുള്ള ഗതാഗതക്കുരുക്ക് വേറെയും. റോഡ് അറ്റകുറ്റപ്പണി ഉടനെ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധം തുടരാനാണ് സുനിതയുടെ തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.